പ്രതിനിധികളിലേക്ക് പോയാൽ മാർഷൽ വി സെബാസ്റ്റ്യൻ ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയാണ്. മാർഷൽ, എന്താണ് ആറ്റിങ്ങലിലെ ഗ്രൗണ്ട്? നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതിലേറ്റവും പ്രധാനം ജാതി മത സമവാക്യങ്ങളൊന്നും തന്നെ ഇത്തവണ ആറ്റിങ്ങലിനെ ബാധിക്കില്ല. കാരണം മെജോറിറ്റി എന്ന് അവകാശപ്പെടുന്ന ഈഴവ സമുദായത്തിൽ തന്നെയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്തരമൊരു പോളറൈസേഷൻ, അങ്ങനെ ഒരു ധ്രുവീകരണം സംഭവിച്ചതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടുമെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ നിരവധി ഉള്ളതാണ് ആറ്റിങ്ങൽ മണ്ഡലം. അവിടെ തന്നെ കഴിഞ്ഞ തവണ 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു അടൂർ പ്രകാശ്. എന്നാൽ ആ 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളത് പിന്നീട് നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും കഴിഞ്ഞ തവണയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ മുൻതൂക്കത്തോടു കൂടി തന്നെ പോകുവാൻ UDF കഴിഞ്ഞുവെങ്കിൽ ഇത്തവണ നോക്കുക, ആ 7 നിയമസഭാ മണ്ഡലങ്ങളും LDF കൈവശമാണ്. അതുകൊണ്ട് തന്നെ LDF ആ ഒരു മേൽക്കൈ അവകാശപ്പെടാൻ വേണ്ടി സാധിക്കും. എന്ന് മാത്രമല്ല 4,80,000-ഓളം വോട്ടുകൾ ഈ 7 അസംബ്ലി സീറ്റുകളിൽ നിന്നായി അവർ സമാഹരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും കരുത്തരായിട്ടുള്ള MLA-മാർ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് LDF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പോരാട്ടമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ്. വി ജോയിയും അടൂർ പ്രകാശും വി മുരളീധരനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തന്നെ നമുക്ക് കാണാം. അതിൽ തന്നെ ശ്രദ്ധേയമായ കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചത്, അസംബ്ലി സീറ്റുകളിലേക്കുള്ള ഭൂരിപക്ഷം അത് കിട്ടുന്നത് കൂടി തന്നെ 38,000 വോട്ടിൻ്റെ UDF ഭൂരിപക്ഷം മറികടക്കാൻ വേണ്ടിയുള്ള സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആറ്റിങ്ങൽ ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ LDF മണ്ഡലമായിരുന്നു. എസ് സമ്പത്ത് 2 തവണ വിജയിക്കുകയും 3-ാം തവണ അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. അവിടെയാണ് ചരിത്രമാക്കിയ വിജയമായിരുന്നു അടൂർ പ്രകാശിന് കഴിഞ്ഞ തവണ ഉണ്ടായി. ജിജിൻ ജയപാൽ കൂടി നമുക്ക് പോകേണ്ടത്. ജിജിൻ വക്കംകാരനാണ്. വക്കം എന്ന് പറയുമ്പോൾ തീരദേശ മേഖലയാണ്. ജോയി അണ്ണന്റെ വീടിനടുത്താണ്, ഏറെക്കുറെ വീടിനടുത്താണ്. എന്താണ് ജിജിൻ, ഈ മാർഷൽ പറഞ്ഞതൊക്കെ ശരിയാണോ? യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ അവിടുത്തെ പിക്ചർ? യഥാർത്ഥം ഇങ്ങനെയാണോ? നമ്മുടെ സർവേ ഒക്കെ വന്നപ്പോൾ ബൈക്കിൽ ഇങ്ങനെ നമ്മുടെ ഡെസ്കിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ അവിടെ നാട്ടുകാരൊക്കെ എന്താണ് ചോദിച്ചത്, പറഞ്ഞത്? രതീഷ് ചേട്ടാ, ഞാൻ ഈ തീരദേശ മേഖലയിലുള്ള ആളാണ്. അപ്പോൾ ആ തീരദേശ മേഖലയിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ അടൂർ പ്രകാശ് ബഹുദൂരം മുന്നിൽ തന്നെയാണുള്ളത്. മാർഷലേട്ടന് എതിരഭിപ്രായം ഉണ്ടാകും എങ്കിൽ കൂടിയും മുതലപ്പുഴ വിഷയമായിരുന്നാലും ആ തീരദേശ മേഖലയിലെ കടലാക്രമണ വിഷയമായിരുന്നാൽ കൂടിയും സംസ്ഥാന സർക്കാർ കൃത്യമായി ഇടപെട്ടില്ല എന്നൊരു ആരോപണം ആ തീരദേശ മേഖലയിലെ ജനങ്ങൾക്കുണ്ട്. മലയോര മേഖലയിലേക്ക് വന്നാൽ രതീഷ് ചേട്ടന് ഒരുപക്ഷെ അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനുണ്ടാകും. വി ജോയി എന്ന് പറയുന്ന CPM ജില്ലാ സെക്രട്ടറി ഇറക്കി അവിടെ LDF പ്രചരണം നടത്തുമ്പോഴും മറുവശത്ത് അടൂർ പ്രകാശിൻ്റെ വ്യക്തി മികവ്, അതല്ലെങ്കിൽ ആ വ്യക്തിപ്രഭാവം കൊണ്ട് കൂടുതൽ വോട്ട് നേടാമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പ് ഉള്ളത്. ഈ 38,000 വോട്ട് എന്ന് പറയുന്നത് അതിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. മാർഷലേട്ടൻ നേരത്തെ ഒരു കണക്ക് പറഞ്ഞു, 2 തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ 2ഓ അതിലധികമോ തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി വിജയിക്കുന്ന ഒരു ചരിത്രം ആറ്റിങ്ങലിലുണ്ട്. സമ്പത്തായിരുന്നാലും വർക്കല രാധാകൃഷ്ണനായിരുന്നാലും തലേക്കുന്നിൽ ബഷീർ ആയിരുന്നാലും 2 തവണ തുടർച്ചയായി വിജയിച്ച ഒരു ചരിത്രം ആറ്റിങ്ങലിലുണ്ട്. ആ ചരിത്രത്തിലേക്ക് പോകണ്ട. ശ്രീ രാജീവ് ദേവരാജ്, ഇപ്പം ജിജിന്റെ പിതാവ് ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട CPM നേതാവായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം അവിടെ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ആളുമാണ്. ജിജിൻ പറയുന്ന അവിടെ അടൂർ പ്രകാശിന് അനുകൂലമായ ചില സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഈ മുതലപ്പുഴ അടക്കം. പക്ഷെ BJP സാധ്യത കൂടി നോക്കണ്ടേ? BJP വോട്ടുകൾ എന്ന് പറയുന്നത് നിർണായകമാകും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ശോഭാ സുരേന്ദ്രൻ പിടിച്ചത്രയും വോട്ട് ഇത്തവണ വി മുരളീധരൻ നേടാൻ കഴിയുന്നില്ല എങ്കിൽ അപ്പോൾ BJP-യിലേക്ക് അന്ന് വന്ന വോട്ടുകൾ തിരിച്ചു പോകുന്നത് എങ്ങോട്ടാണ്? അന്ന് ശബരിമല സാഹചര്യം ഉണ്ടായിരുന്നു, വൈകാരിക അന്തരീക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ശബരിമല സാഹചര്യം ഉണ്ടാകുമ്പോൾ CPM-നെതിരായിട്ട് കൂടിയാണ്. അപ്പോൾ ആ വോട്ടുകൾ തിരികെ കുറച്ചെങ്കിലും CPM-ലേക്ക് പോകാനുള്ള ഒരു സാധ്യത. കഴിഞ്ഞ തവണ ഉണ്ടായ മറ്റൊരു കാര്യം ന്യൂനപക്ഷ വോട്ട് ഏകീകരണമായിരുന്നു. അത്ഭുതകരമായ വിധത്തിൽ അതുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥി സമ്പത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് പോലും യോഗങ്ങൾ നടക്കുകയും അതൊരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പ്രതിഫലനമായി. 2016 തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി വടക്കൻ മേഖലയിലൊക്കെ ഉണ്ടായെങ്കിലും ഈ തെക്കോട്ട് ഇത്ര വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ട് കോൺഗ്രസിലേക്ക് തിരികെ എത്തുക എന്ന് പറയുന്നത് ആദ്യമായിട്ട് എന്ന് വേണമെങ്കിൽ ഇത്ര അധികം വരുന്നത് ആദ്യമായിട്ട്.
അത് ഇത്തവണ ഉണ്ടാവില്ല എന്നാണ് പൊതുവെയുള്ള ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. കാരണം അവർ CAA ആണ് മുഖ്യ വിഷയമായി എടുക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. ഇന്ന് പിന്നെ ഞാൻ ഗോവിന്ദ മാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ ഈ ഇലക്ഷനിലെ ഫോക്കൽ പോയിന്റ് എന്നുള്ളത് CAA ആണ്, എന്തുകൊണ്ട് കോൺഗ്രസ് അതിലേക്ക് വരുന്നില്ല, ന്യൂനപക്ഷ സംരക്ഷണമാണ് ഞങ്ങളുടെ അജണ്ട എന്നതാണ്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളെ അത്രയും ഗൗരവമായി ഇത്തവണ, അതായത് കഴിഞ്ഞ തവണത്തെ റിവേഴ്സലാണ് CPM പ്രതീക്ഷിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇത്തവണ വലിയ തോതിൽ, അതായത് കഴിഞ്ഞ തവണത്തേതിന് സമാനമായ വിധത്തിൽ കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായില്ലെങ്കിൽ ആറ്റിങ്ങലിലെ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ CPM ഇത്ര ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അത് അത്രയും ഫോക്കസ് ചെയ്യുന്നുണ്ട് ഗുണമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞൊരു പോയിന്റ്. എനിക്ക് സംശയമുണ്ട്. ആ പോയിന്റിലേക്കാണ് ഞാൻ വന്നത്. ശബരിമല വിഷയത്തിന് ശേഷം CPM-ൽ നിന്ന് പോയ ഹിന്ദു സമുദായത്തിലെ വിശ്വാസി വോട്ടുകൾ, ഈഴവ കമ്മ്യൂണിറ്റിയിലെയും നായർ കമ്മ്യൂണിറ്റിയിലെയും CPM-നെ എല്ലാ കാലത്തും തുണച്ച വിശ്വാസി വോട്ടുകൾ അന്ന് പോയി. അതുകൊണ്ടാണ് ആറ്റിങ്ങൽ തോറ്റത്. ആ തോൽവിയിൽ അന്ന് പോയ വോട്ടുകൾ തിരിച്ചു വരുമോ, ഇനി വരുമോ, അതാണ് ചോദ്യം. ആ പോയിന്റാണ് അത് നമ്മൾ 2021 ഇപ്പോ വലിയ തോതിൽ ഏതാണ്ട് 20 ലക്ഷം വോട്ടിന്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് ബ്രിഡ്ജ് ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ആ 90 ലക്ഷം വോട്ട്, 76 ലക്ഷത്തിൽ നിന്ന് 90 ലക്ഷത്തിലേക്ക് CPM-ന്റെ വോട്ട് ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ 2021 നിയമസഭാ പ്രശ്നം കഴിഞ്ഞു എന്നതാണ്. തീർച്ചയായിട്ടും. ശരി, എങ്കിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്ക് കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം. പ്രേക്ഷകർക്ക് കൗതുകം ഉണ്ടാകും, സ്വാഭാവികം, എല്ലാവരും ഓർത്തിരിക്കണമെന്നില്ല എന്തായിരുന്നു കഴിഞ്ഞ തവണത്തെ ചിത്രം എന്നത്. അതൊരിക്കൽ കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിന്ന 247 ആയിരുന്നു ഭൂരിപക്ഷം. സ്ക്രീനിൽ ഇവിടെ ഒരു 2000-ൽ താഴെ വോട്ടിന്, അതായത് ചില്ലറ വോട്ടിന് സുശീല ഗോപാലൻ ഒരിക്കൽ ജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ തലേക്കുന്നിൽ ബഷീറിനെ തോൽപ്പിച്ച് സുശീല ഗോപാലൻ ജയിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ മണ്ഡലം CPM ഒരു കുത്തകയാക്കി വെക്കുന്ന രീതിയിൽ എത്രയോ തെരഞ്ഞെടുപ്പുകൾ, അതിനുശേഷം സമ്പത്ത്, അതിനുശേഷം വർക്കല രാധാകൃഷ്ണൻ അങ്ങനെ ജയിച്ചു വന്നതിന് ശേഷം, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നതിന് ശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ 38,240 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വയലാർ രവി പ്രതികരിച്ച മണ്ഡലമാണ്. അതിനുശേഷം കോൺഗ്രസിലെ പിളർപ്പ്, സംഘടനാ കോൺഗ്രസും ഇന്ദിരാ കോൺഗ്രസും 80-ലെ തെരഞ്ഞെടുപ്പ് A റഹീം മത്സരിക്കുന്നു. എന്നിട്ട് അവസാനം വോട്ടെണ്ണി വരുമ്പോൾ വയലാർ രവി ജയിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹം A റഹീമിന്റെ മകനോട് പറയുകയാണ്, പാപ്പയോട് പറയണം, ഉപ്പയോട് പറയണം, വിഷമിക്കരുത് എന്ന്, പ്രശ്നമൊന്നുമില്ല, ഇതൊരു തെരഞ്ഞെടുപ്പല്ലേ, അങ്ങനെ എടുക്കണമെന്ന്. പക്ഷേ എണ്ണി ഒടുവിൽ ഫിനിഷ് ചെയ്തപ്പോൾ A റഹീം ജയിച്ചു. അങ്ങനെ ഒരു കഥ കൂടി മഹാനായ ആർ ശങ്കറിനെ K അനുരുദ്ധൻ തോൽപ്പിച്ച മണ്ഡലമാണ് ഈ അന്ന് ചിറയൻകീഴാണ്. ചിറയൻകീഴ് മാറിയാണ് പിന്നീട് ആറ്റിങ്ങൽ മണ്ഡലമാണ്. 77-ല് അനിരുദ്ധനെയാണ് ശ്രീ വയലാർ രവി തോൽപ്പിച്ചത്. തീർച്ചയായും അങ്ങനെ വലിയ പാരമ്പര്യമുള്ള മണ്ഡലം ആറ്റിങ്ങൽ. ഇത്തവണ നമുക്ക് ഇപ്പോൾ പറയാവുന്നത് പ്രവചനാതീതമായ മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്നു. ശരി, മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി നമുക്ക് അവൈലബിൾ ആണ്. PCR പറയുന്നുണ്ട് മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ അന്തിമ വേളയിൽ. കണക്കുകൾക്കൊന്നും ചരിത്രത്തിനൊന്നും ഒരു പ്രാധാന്യവുമില്ലെങ്കിലും ഇതാ വരുന്നു മുൻ വർഷത്തെ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ 2009, 14, 19 3 തെരഞ്ഞെടുപ്പുകളിൽ 2 LDF-ഉം 1 UDF. അതായത് പുതിയ അതിർത്തികളോടെ മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം, മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഫലം. അതായത് 2009-ലാണ് മണ്ഡല പുനർനിർണയത്തിന് മണ്ഡലം വന്നു. 2009 ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. 2009-ലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി UDF തരംഗം ഉണ്ടായപ്പോൾ സമ്പത്ത് വഴി LDF പിടിച്ച മണ്ഡലം. 2014 LDF നിലനിർത്തി സമ്പത്തിലൂടെ തന്നെ അതേ സമ്പത്തിനെ പരാജയപ്പെടുത്തി അടൂർ പ്രകാശ് കഴിഞ്ഞ തവണത്തെ ഗ്ലാമർ പോരിൽ വിജയിച്ച മണ്ഡലം. ഇതാണ് ആറ്റിങ്ങലിന്റെ പുതിയ ആറ്റിങ്ങലിന്റെ സമീപകാല ചരിത്രം. ആറ്റിങ്ങൽ ഇപ്പോഴത്തെ അതിർത്തികളോടുകൂടി രൂപം കൊണ്ടതിന് ശേഷമുള്ള 3 തെരഞ്ഞെടുപ്പുകൾ, അതിൽ 2-1 എന്നുള്ള നിലയിൽ LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ കൈവശം വച്ചിരിക്കുന്ന വർക്കല, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, അരുവിക്കര, നെടുമങ്ങാട്, അങ്ങേറ്റത്ത് കാട്ടാക്കട, ഈ തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ഭാഗം വരെ വരും. കിഴക്കൻ പ്രദേശങ്ങൾ മൊത്തം, കിഴക്കൻ പ്രദേശം പൊന്മുടി കറങ്ങി അങ്ങ് വിതുര കല്ലാർ വഴി പോയി അങ്ങ് ഏറ്റവും ഒടുവിൽ കുറ്റിച്ചൽ അങ്ങ് വനത്തിൽ കയറി അവിടുന്ന് തിരികെ ഇറങ്ങി നിയമ സ്കൂൾ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ഇവിടെ പേരൂർക്കട കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. കളക്ടറിന് തൊട്ടുപുറയിൽ ആറ്റിങ്ങൽ മണ്ഡലമാണ്. ഇങ്ങനെ നിൽക്കുന്ന വിശാലമായ മണ്ഡലമാണ്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ കഴിയാത്ത അസാധാരണമായ സാഹചര്യമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ.